കോഴിക്കോട് കൂടരഞ്ഞി കുളിരാമുട്ടിയിൽ വാഹനാപകടത്തിൽ 2 പേർ മരിച്ചു. പിക്കപ്പ് വാൻ കടയിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. കുളിരാമുട്ടി സ്വദേശികളായ സുന്ദരൻ പുളിക്കുന്നത്ത്, ജോൺ കമുങ്ങുംതോട്ടിൽ എന്നിവരാണ് മരിച്ചത്. 5 പേർക്ക് പരിക്കേറ്റു. വിവരങ്ങളുമായി റമീസ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നുണ്ട്. റമീസ്, ഈ സ്ഥാപനത്തിൽ കടയിൽ ഇരുന്നവരാണോ മരിച്ചത്? എന്താണ് ഇത് സംബന്ധിച്ച് കൂടുതൽ കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന വിവരങ്ങൾ? വലിയൊരു അപകടമാണ് കോഴിക്കോട് നിന്ന് രാവിലെ ഒഴിവായത് എന്ന് തന്നെ പറയാം. കാരണം കൂടരഞ്ഞി കുളിരാമുട്ടിയിൽ നടന്ന വാഹനാപകടം രാവിലെ 9:30 ശേഷമാണ് ഈ ഒരു അപകടം നടന്നത്. നിരവധി ആളുകൾ, സ്കൂൾ വിദ്യാർത്ഥികളും യാത്രക്കാരും അടക്കം നിരവധി ആളുകൾ കാത്തിരിക്കുന്ന ഒരു കേന്ദ്രത്തിലേക്കാണ് ഇന്ന് രാവിലെ 9:30 പൂവാറന്തോട് ഭാഗത്ത് നിന്ന് വളവുമായി എത്തിയ വാഹനം അപകടത്തിൽപ്പെട്ടത്. വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകുകയും കടയിലിരുന്നവർക്ക് അപകടത്തിൽ പരിക്കേൽക്കുകയും ചെയ്തത്. 5 പേർക്കാണ് പരിക്കേറ്റത്. ഇതിൽ 2 പേർ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ആ ഇടിച്ച ലോറിയുടെ ചെറിയ ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. വളരെ വലിയ അപകടമാണ് നടന്നതെന്ന് മനസ്സിലാകുന്നുണ്ട്. നിലവിൽ ആ സ്ഥാപനം, കട എന്ന് പറയുന്നത് ചെറിയൊരു റോഡ് സൈഡിലുള്ള കടയായിരുന്നു എന്ന് തോന്നുന്നു. ആ കടയും പരിപൂർണമായും നാമാവശേഷമായ ഒരു സാഹചര്യമുണ്ട്. തീർച്ചയായും സിജു, കട പൂർണ്ണമായും തകർന്ന ഒരവസ്ഥയിലാണ്. കടയിൽ സാധനങ്ങൾ വാങ്ങാൻ എത്തിയതും കടയിലെ ജീവനക്കാരനുമാണ് മരണപ്പെട്ടത് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. കുളിരാമുട്ടി സ്വദേശികളായ സുന്ദരൻ പുളിക്കുന്നതും ജോൺ കമുങ്ങുംതോട്ടിൽ എന്നിവരാണ് മരിച്ചത്. എന്തായാലും വലിയൊരു അപകടമാണ് തലനാരിയൊക്കെ ഒഴിവായത് എന്ന് തന്നെ പറയാം. കാരണം 2 പേർ മരിച്ചിട്ടുണ്ട് അവിടെ. അപ്പം തന്നെ 5 പേർക്ക് പരിക്കേറ്റുണ്ട്. ആ പരിക്കേറ്റവരുടെ ഒരു സാഹചര്യം എങ്ങനെയാണ്? അവരുടെ ആശുപത്രി, അവരുടെ പരിക്കുകൾ ഗുരുതരമാണോ? നിലവിൽ പരിക്കേറ്റവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. ഗുരുതര പരിക്കുകളുള്ള 2 പേരെ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴാണ് ഇവരുടെ മരണം സ്ഥിരീകരിച്ചത്. ശരി, റമീസ് ആണ് വിവരങ്ങൾ നൽകിയത്. വാഹനാപകടത്തിൽ, കോഴിക്കോട് കൂടരഞ്ഞി കുളിരാമുട്ടിയിൽ വാഹനാപകടത്തിൽ 2 പേർ മരിച്ചു. പിക്കപ്പ് വാൻ കടയിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടം ഉണ്ടായത്. വിവരങ്ങളാണ് റമീസ് നൽകിയത്.